നമസ്കാരം, ഏവർക്കും കൊളത്തൂർ വാർത്തയുടെ സമകാലികത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് അധ്യാപകനായ അബ്ദുൽ വാസിഹാണ്. അതുപോലെ തന്നെ സോഷ്യൽ വർക്കറും മോട്ടിവേഷൻ സ്പീക്കറുമായ അൻഷാദ് കൊളത്തൂർ, അതുപോലെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായിട്ടുള്ള ഖാലിദ് തൊട്ടിയാൽ എന്നിവരാണ് ഇന്ന് സമകാലികത്തിൽ നിങ്ങളോട് പരിചയപ്പെടാറുള്ളത്. കേരളത്തിൽ ഒരുപാട് ദുരന്തങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രളയമായാലും കോവിഡ് ആയാലും വിമാന അപകടമായാലും വയനാട് മുമ്പുണ്ടായ ഉരുൾപൊട്ടലും ഇപ്പോൾ നടക്കുന്ന ഉരുൾപൊട്ടലുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയകളിലും അതുപോലെ സർക്കാർ സംവിധാനങ്ങൾ അതുപോലെ സമൂഹ മാധ്യമങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ, അതുപോലെ സന്നദ്ധ പ്രവർത്തകർ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ. അപ്പോൾ ഈ ഒരു മേഖലയിൽ പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട്. കൂടുതൽ കാര്യങ്ങളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, അത് ഇപ്പോൾ യുവാക്കളുടെ കാര്യത്തിൽ നിന്നാണെങ്കിൽ യുവാക്കൾ ഇപ്പോൾ ഏത് രീതിയിലാണ് ഇതിനെ കാണുന്നത്, രാഷ്ട്രീയവൽക്കരിക്കുന്ന പല കാര്യങ്ങളും ചർച്ചയുണ്ടായിരുന്നു. അതിൽ എങ്ങനെയാണ് അതിനെ യുവാക്കൾ കാണുന്നതെന്നുള്ള ഒരു പൊതുവേ നമ്മുടെ നാട്ടിലുള്ളൊരു പ്രശ്നം, പ്രത്യേകിച്ച് കുറച്ച് മുടി വളർത്തി ഒന്ന് ഫ്രീക്കായിട്ട് നടക്കുകയാണെങ്കിൽ പൊതുവെ ആൾക്കാർക്കൊരു തോന്നലുണ്ട് ഓന് കഞ്ചാവാണ് അല്ലെങ്കിൽ ഓനെ കൊണ്ടൊന്നും പറ്റില്ല, അങ്ങനെയുള്ളൊരു തോന്നൽ പൊതുവെ നമ്മുടെ ഇടയിൽ പ്രത്യേകിച്ച് ഈ ഓൾഡ് ജനറേഷനിൽ നമുക്ക് കൂടുതലായിട്ട് കാണാൻ പറ്റും. ഇങ്ങനെ ബാക്ക് എന്നുള്ളൊരു കുത്ത്. പക്ഷേ ഈ ഒരു ഏതൊരു ദുരന്തം വരട്ടെ, ഇപ്പോൾ കേരളത്തിൽ പറയുകയാണെങ്കിൽ 2 ഉരുൾപൊട്ടൽ, ഇപ്പോൾ വയനാട്, അതിന് മുന്നേ 2018, അതുപോലെ കവളപ്പാറ, അതുപോലെ കൊണ്ടോട്ടി വിമാനമാണ്. ഇതിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ യുവാക്കളുടെ ഒരു സേവനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തതാണ്. ഒരാളെന്താണ് പിന്നെ എന്ത് സംഭവിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ബാക്കിൽ എന്ത് സംഭവിക്കുക, അല്ലെങ്കിൽ അത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക ഒന്നും നോക്കില്ല. നേരിട്ട് എന്താണ് അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവിടെ പോയിട്ട് വേണ്ട സാധനങ്ങൾ ചെയ്യാം. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഈ വയനാട്ടിൽ നടന്ന ഉരുൾപൊട്ടൽ, അവിടെ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ആരാണ്? യുവാക്കൾ. അതുപോലെ ഈ രാഷ്ട്രീയത്തെ ഒരുപാട് പേര് പറയാറുണ്ട്, ഈ രാഷ്ട്രീയം കൊണ്ട് എന്താണ് കാര്യം, അല്ലെങ്കിൽ നമ്മളൊരിക്കലും രാഷ്ട്രീയ ആവശ്യമില്ല, അരാഷ്ട്രീയമായിട്ടുള്ള തലമുറയാണ് വേണ്ടതെന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഇപ്പോൾ ഈ വയനാട്ടിലത്തെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള പാർട്ടികളിലെ ആളുകളാണ് അവിടെ കൂടുതലായിട്ട് അവിടെ എത്തിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത്. അവരുടെ യൂണിഫോം ഇട്ടിട്ടുണ്ട്. യൂണിഫോമിൽ ഇടാതെ വരാൻ നമുക്ക് പറയാൻ പറ്റില്ല, കാരണം അത് അവരുടെ ഐഡന്റിറ്റിയാണ്. കാരണം അവർ അത്രയും ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകൾ. അത് ഏറ്റവും രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ യുവാക്കളായിട്ടുള്ള ആളുകൾ. അല്ല, അത് നമ്മളൊക്കെ കണ്ടു, സോഷ്യൽ മീഡിയയിൽ കണ്ടു. റിയാസ് ടിയാലിയുടെ ഒരു പോസ്റ്റ് കണ്ടില്ലേ, എല്ലാ സംഘടനകളിലെയും യൂണിഫോമുകൾ വെച്ചിട്ട് ഇങ്ങനെ ഒരു. ഇനിയിപ്പോ അതുമല്ല, അതിപ്പോ അവിടെ പോകാൻ പറ്റാത്ത ഒരുപാട് ആളുകൾ എല്ലാ നാട്ടിലും, ഇപ്പം കേരളത്തിലെ ഒട്ടുമിക്ക നാടുകളിലും കളക്ഷൻ പോയിന്റ് തുടങ്ങിയിട്ടുണ്ട് ഈ വയനാടിന്റെ ഇതിലേക്ക് വേണ്ടിയിട്ട്. അത് ആരാണ്? ഈ പറയപ്പെട്ട നമ്മള്, അല്ലെങ്കിൽ ഈ വേറൊരു തലമുറ ഒഴിവാക്കപ്പെട്ട, അല്ലെങ്കിൽ ഇവരെ കൊണ്ടൊന്നും പറ്റൂല എന്ന് പറയപ്പെട്ട ഈ തലമുറയിൽ പെട്ട ആളുകളാണെന്ത് അതിന് വേണ്ടിയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഇപ്പോൾ കുട്ടികളാവട്ടെ, ഇപ്പോൾ സ്കൂൾ ലെവലിൽ ചെറിയ കുട്ടികൾ മുതൽ വലിയ ആളുകൾ വരെ അവർ ഇനി എന്തോ ആവട്ടെ, ഇപ്പോൾ ഇതാണ് അവരുടെ മുന്നിലുള്ള ലക്ഷ്യം എന്നുള്ളതോടുകൂടി എന്താണ് അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യാം. ഈ തലമുറ തന്നെയാണ് എന്ത് കഞ്ചാവാണ് അല്ലെങ്കിൽ ഫേക്കാണ് അല്ലെങ്കിൽ ആ രീതിയിലേക്ക് അധിക്ഷേപിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ, സാമൂഹ്യ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ എത്രത്തോളം ഇതിനെ നമുക്ക് ഇതിലേക്ക് ഇൻവോൾവ് ആവാൻ പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ആരോഗ്യ മേഖലകളിലുള്ള ആളുകൾ, പോലീസ്, ഡിഫൻസ്, എല്ലാ മേഖലകളിലുള്ള ആളുകൾക്ക് എത്രത്തോളം ഇതിലേക്ക് ഇൻവോൾവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, അതും നമ്മൾ മുൻകരുതലുകൾ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ സംഭവിച്ച അന്ന് മുതൽ ഇന്ന് വരേക്കുള്ള എല്ലാവിധ സംവിധാനങ്ങളും നമ്മൾ കൃത്യമായിട്ട് തന്നെയാണോ മുന്നോട്ട് പോകുന്നത്? അതിൽ ഇപ്പോൾ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഈ കേരളം രാഷ്ട്രീയ പ്രബുദ്ധമാണെന്ന് പറയാറുണ്ട്. കേരളത്തെക്കുറിച്ച് മലയാളി രാഷ്ട്രീയമായി പ്രബുദ്ധരാണ് എന്നൊക്കെ പറയാറുണ്ട്. ഇത് ശരിക്കും നമ്മൾ ഈ സേവന രംഗത്തും കാണുന്നു. അതായത് ഒരു സമൂഹം പ്രബുദ്ധരാകുന്നതിൽ അവിടെ ഉണ്ടാകുന്ന സംഘടനകൾക്ക് നല്ല റോളുണ്ട്. അതായത് സംഘടിതമാകുമ്പോഴാണ് പലപ്പോഴും നമുക്ക് സേവനം ചെയ്യാനുള്ള ഒരു മോട്ടീവ് അതിൽ നിന്ന് കിട്ടുന്നത്. നമ്മൾ ഒറ്റക്കൊറ്റയ്ക്ക് നിൽക്കുന്ന സമയത്തോ അല്ലെങ്കിൽ പിന്നെ രാഷ്ട്രീയവാദത്തെ ഉയർത്തിപ്പിടിക്കുന്ന സമയത്തോ ഒക്കെ പലപ്പോഴും മറ്റുള്ള ആളുകളിലേക്ക് എത്താനോ അല്ലെങ്കിൽ അവരെ എമ്പതൈസ് ചെയ്യാനോ ഒക്കെയുള്ളൊരു മടി അവരിൽ കാണാം. ഈ സംഘടിതമായി നിൽക്കുന്ന സമയത്ത് നമ്മൾ കൂട്ടമായിട്ടാണ് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരാൾ പോകുന്ന സമയത്ത് ആ കൂട്ടത്തിലെ എല്ലാ ആളുകൾക്കും ഒരു മോട്ടിവേഷൻ കിട്ടണം, നമ്മളിത് ചെയ്യണം, അല്ലെങ്കിൽ കൂട്ടമായിട്ട് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഉണ്ടാവുന്ന ഒരു ആവേശം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അപ്പോൾ ആ ഒരു രാഷ്ട്രീയ പ്രബുദ്ധത മലയാളിക്കുണ്ട്. ആ രാഷ്ട്രീയ പ്രബുദ്ധത കൊണ്ട് തന്നെയാണ് ഇത്തരം സേവനങ്ങൾ ആവശ്യമായിരുന്ന സമയത്ത് 2018 പ്രളയകാലത്ത് എനിക്ക് ഓർമ്മയുണ്ട്, ഹെലികോപ്റ്ററിൽ ഇറങ്ങിയിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും
അന്നത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും കൂടെ ഒരുമിച്ചാണ് വരുന്നത്. അപ്പോൾ അത്തരത്തിൽ യോജിക്കാൻ പറ്റുന്ന മേഖലകളിൽ മുഴുവൻ ഇപ്പോഴും CMDRF-ലേക്ക് രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന്റെ 1 മാസത്തെ ശമ്പളം CMDRF-ലേക്ക് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് രാഷ്ട്രീയപരമായിട്ട് നമ്മൾ പലപ്പോഴും അഭിപ്രായ വ്യത്യാസമുള്ളവരോ വ്യത്യസ്ത കക്ഷികളിൽ വിശ്വസിക്കുന്നവരോ പ്രവർത്തിക്കുന്നവരൊക്കെ ആയിരിക്കാം. ഇപ്പോൾ വയനാട് തന്നെ ഇപ്പോൾ മേപ്പാടിയിലൊക്കെ പോയി കഴിഞ്ഞാൽ തോളോട് തോൾ ചേർന്ന് നമ്മളിങ്ങനെ കാണാം എല്ലാ പാർട്ടികളുടെയും അവരുടേതായിട്ടുള്ള അവരുടെ സേവനപരമായിട്ട് അവർ ഇറങ്ങുന്ന സമയത്ത് അവരിടുന്ന യൂണിഫോം, ആ യൂണിഫോം ഇട്ടുകൊണ്ട് തന്നെ വ്യത്യസ്തമായ യൂണിഫോം ഇട്ട ആളുകൾ പക്ഷെ മനുഷ്യരെ ഒരുമിച്ച് നിന്നിട്ടാണ് എല്ലാ ആളുകൾക്കും വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ചെയ്യുന്നത്. അവിടെ കക്ഷി രാഷ്ട്രീയം നമുക്ക് ആ യൂണിഫോമിൽ മാത്രമാണ് കാണാൻ പറ്റുന്നത്. അവരുടെ പ്രവർത്തനങ്ങളിൽ യാതൊരുവിധ കക്ഷി രാഷ്ട്രീയ വ്യത്യാസങ്ങളും നമുക്കവിടെ കാണാൻ പറ്റില്ല. അപ്പോൾ അത്ര ഈ മലയാളിയുടെ ഒരു രാഷ്ട്രീയ പ്രബുദ്ധത സംഘടിച്ച് നിൽക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ അവർക്ക് സേവന സന്നദ്ധരാവാനും കൂടെയുള്ള ഒരു അവസരം തുറന്നു കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. എല്ലാ സംഘടനകളും മതസംഘടനകളും അതിൻ്റെ ഭാഗമാണ്. സംഘടിക്കുക എന്നുള്ളത് മതപരമായിട്ടാകാം അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടാകാം. അതെ അതെ. അപ്പൊ അതില് ഇപ്പൊ ഞാൻ ഇന്നലെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. ആസാമിൽ ഇപ്പടുത്തൊരു വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ ഒരു മലയാളി എഴുതിയ പോസ്റ്റാണ്. മലയാളീസ് കുറെ പേരെന്താണ് ഏതോ സംഘടനപ്പെട്ട മലയാളീസ് അവിടെ സഹായത്തിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ആസാമി ഇത് കണ്ട് അവർ ഫ്രണ്ട് അയച്ച് ഈ ഒരു സ്റ്റാറ്റസ് ഇട്ടപ്പോൾ അവർ പറയാം ഞങ്ങളവിടെ വെള്ളപ്പൊക്കം ഉണ്ടായിട്ട് ഞങ്ങളെ ഉണ്ടായിട്ടുള്ളൂ, വേറെ പുറത്തുനിന്ന് ഒരാൾ പോലും ഇതേപോലെ വന്നിട്ടില്ല. ഞാൻ പറയുന്നത് ഒരുപക്ഷെ കേരളത്തിൽ മാത്രം കാണപ്പെടുന്ന ഒന്നായിരിക്കും. ഇപ്പോൾ ഈ പറഞ്ഞ ആളുകളും ഈ പ്രശ്നം നടക്കുന്നതിന്റെ തലേന്ന് വരെ പരസ്പരം തല്ലുടിയ ആളുകളായിരിക്കും സോഷ്യൽ മീഡിയയിലായാലും. പക്ഷെ ഒരു പ്രശ്നം വന്നപ്പോ എല്ലാരും നമ്മള് ശരിക്കും ഷിരൂരിൽ അത് കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റി എന്നുള്ളതാണ്. കർണാടകത്തിൽ അർജുന്റെ മിസ്സിംഗ് കേസുമായിട്ട് ബന്ധപ്പെട്ട് അതിന് അവിടെ ഉള്ള MLA പുള്ളിയുടെ പേരെന്തായിരുന്നു, സതീഷ് എന്ന് പറയുന്ന ആള്. അപ്പോൾ പുള്ളി ഒരു 2-3 ദിവസത്തിന് ശേഷം സജീവമായിട്ട് അവിടെ നിലനിൽക്കുന്നുണ്ട്. ആ സജീവതക്ക് പിന്നിലെ മലയാളികളായ രാഷ്ട്രീയ പ്രവർത്തകരുണ്ട് എന്നുള്ളത് കോഴിക്കോട് MP-യും കാസർഗോഡ് MLA അവര് രണ്ടുപേരുടെയും സജീവമായിട്ടുള്ള ഇടപെടൽ കാരണം അദ്ദേഹത്തെ കൂടെ കർണാടക MLA കൂടെ ആ ലൈനിലേക്ക് എത്തുകയും പിന്നെ അദ്ദേഹം നമ്മളിൽ ഒരാളെ പോലെ തന്നെ സജീവമായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയകളിൽ ഇപ്പോ ഇങ്ങനത്തെ പിന്നെ ദുരന്ത മേഖലകളിലൊക്കെ സഹായിക്കുന്നതും അല്ലെങ്കിൽ സേവനങ്ങൾ നടത്തുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ അറിയുന്നത് സോഷ്യൽ മീഡിയ. പക്ഷേ സോഷ്യൽ മീഡിയയിൽ തന്നെ 2 കാര്യങ്ങളുണ്ട്. ഒന്ന് നെഗറ്റീവായിട്ട് എല്ലാ കാര്യങ്ങൾക്കും നെഗറ്റീവ് അടിക്കുന്ന ഒരു ടീം, അതേപോലെ പോസിറ്റീവായിട്ട് ഇതിനൊക്കെ റീൽസ് ഒക്കെ ചെയ്ത് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസർമാരും നല്ല ഈ സോഷ്യൽ മീഡിയയിൽ ഹൈലൈറ്റ് ചെയ്യുന്ന കുറെ ഫോളോവേഴ്സ് ഒക്കെ ഉള്ള ആളുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഇതിനു വേണ്ടി നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അതിന്റെ ഞാനൊരു 30%-40% ആളുകൾ ഇതിന് നെഗറ്റീവും പറയുന്നുണ്ട്. എത്രത്തോളം അതിന്റെ നെഗറ്റീവുകൾ ഇതിന് എഫക്ട് ചെയ്യും ഇത്തരം കാര്യങ്ങൾക്ക്? അല്ലെങ്കിൽ നമ്മുടെ ഈ മലയാളീസിന് മുന്നിൽ നെഗറ്റീവ് അത്ര വരില്ല എന്നാണ്. ഇപ്പൊ നമ്മളിപ്പോ ഇത് പറയാ മുലപ്പാല് അപ്പോ ചെറിയ കാര്യം പറയാം. ഒരു സ്ത്രീ അവരാൽ കഴിയുന്ന ചിലപ്പോ അവർക്ക് സാമ്പത്തിക ഇതൊന്നും ഉണ്ടാവില്ല, അപ്പൊ അവരാൽ കഴിയുന്ന ഒരു സഹായം ചെയ്യാം. ചെറിയ കുട്ടികളല്ലേ, അപ്പൊ നമുക്കൊക്കെ സങ്കടം. ഇതിന് നമ്മളെന്നും മനസ്സിൽ നിന്ന് ഇത് മാറിയിട്ടില്ലല്ലോ ഇത്തരം ഇങ്ങനെ കാഴ്ചകൾ കാണുന്നത്. അപ്പൊ ആ സ്ത്രീ അവരെന്ത് ചെയ്യാ, അവർ മുലപ്പാൽ കൊടുക്കാന്ന് പറയാണ്. അപ്പൊ അതിന്റെ താഴെ കമന്റ് അടിച്ച് ഒരുപാട് എന്തായിട്ടുള്ള ആവശ്യമില്ലാത്ത കുറെ കമന്റുകൾ അതിൽ വരുന്നുണ്ട്. പിന്നെ ഈ അമ്മ പറയുന്നുണ്ട് ഞങ്ങൾ രാത്രി കാട് കിടക്കുമ്പോ ആനയോട് ഞങ്ങളുടെ അവസ്ഥ പറഞ്ഞു, നിസ്സഹായ അവസ്ഥ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ അതില് ആന കരയുന്നത് ഞങ്ങൾ കണ്ടു എന്ന് പറഞ്ഞു. അപ്പൊ മരണത്തെ മല്ലിട്ട് അല്ലെങ്കിൽ അതിനെ ഓടി രക്ഷപ്പെടുമ്പോ ആനയുടെ മുന്നിലാണ് അതാണ്. അപ്പൊ അവരെ മുന്നിൽ ചെന്നപ്പോ അവിടെയും കൈകൂപ്പി പറയുമ്പോ ആന കരയുന്നത് പിന്നെ റിയാലിറ്റി അനുഭവം അവർ പറയാണ്. അപ്പൊ അവരെ സംസാരം തന്നെ നമുക്ക് മനസ്സിലാക്കും, വേദനാജനകമായിട്ടുള്ള ഒരു സംസാരം. അപ്പൊ അവരെ ആനയുടെ കണ്ണിന്ന് വെള്ളം പൊട്ടി, നല്ല മഴയായിരുന്നു, ഇരുടാനെന്ന് പറഞ്ഞു. പക്ഷെ എങ്കിൽ പോലും ഇത് കാണാൻ നമ്മളെക്കാൾ എല്ലാവരേക്കാളും കൂടുതൽ ആ സ്ത്രീക്ക് അമ്മക്ക് കഴിയും. കാരണം എന്താ, ജീവിതത്തിന്റെ അനുഭവിച്ചൊരു വേദന. അപ്പൊ അതിന്റെ താഴെ ഇരുട്ടില് പിന്നെ ആന കരയുന്നത് എങ്ങനെ നിങ്ങൾ കണ്ടു? പിന്നെ മഴ ആയിരുന്നല്ലോ, അപ്പൊ മഴവെള്ളമാവാലോ, അപ്പൊ എന്തുമാവാം. പക്ഷെ അവര് ആ സമയത്ത്
അതിലാണ് ആ പ്രതീക്ഷ അർപ്പിച്ചിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ മലയാളികൾ പെട്ട ഒരു വിഭാഗം തന്നെയാണ്. ഈ മലയാളി പൊളിയല്ലേ എന്ന് ചോദിക്കുമ്പോ തന്നെ തിരിച്ച് അങ്ങനെയല്ലേ എന്ന് ഉള്ളൊരു ചോദ്യം ഉണ്ടെങ്കിൽ നമ്മള് അങ്ങനത്തെ കാര്യങ്ങൾ അല്ലെ അല്ല നമ്മള് പൊതുവെ അങ്ങനത്തെ കാര്യങ്ങൾ ഒഴിവാക്കുക. എന്തിലും നെഗറ്റീവ് കാണുന്ന ആളുകളാണ് നമ്മുടെ അടുത്ത്. ഉമ്മാനെ വെച്ചാലും രണ്ടഭിപ്രായം പറയുന്നത്. അപ്പൊ എല്ലാത്തിലും നെഗറ്റീവ് കാണുന്ന കുറച്ച് ആളുകളുണ്ട്. അവരെ നമ്മള് മെയിൻ ചെയ്യാതെ. അതുപോലെ ഈ ഇപ്പോ സർക്കാർ സംവിധാനങ്ങൾ, ഹെൽത്ത്, ആരോഗ്യവകുപ്പ്, അതുപോലെ റവന്യൂ, പിന്നെ ഫയർ ആൻഡ് സേഫ്റ്റി, അതുപോലെ മിലിറ്ററി, പോലീസ്, അങ്ങനെ പല ഡിഫൻസിലും എഫൻസിലും ഒക്കെ ഉള്ള എല്ലാ മേഖലകളോടെ വർക്ക് ചെയ്യുന്നു. ഇതൊക്കെ കൃത്യമായ സമയത്ത് ഉപയോഗിക്കാൻ സാധിച്ചിട്ടുണ്ടോ നമ്മുടെ സർക്കാരിനും? അല്ലെങ്കിൽ ഈ ഒരു പിന്നെ സൊസൈറ്റിയുടെ എല്ലാ വിഭാഗങ്ങളെയും നമ്മൾ ഇവിടെ കാണുന്നുണ്ട്. പക്ഷെ അത് കൃത്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ടോ? എത്രത്തോളമാണ് അതിൻ്റെ നിജസ്ഥിതി എന്നുള്ളതൊന്ന്? അതിലിപ്പോൾ ഈ സംവിധാനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഒരു കൊടുങ്കാറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഭൂകമ്പം വരെ നമുക്ക് പ്രവചിക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. പക്ഷെ ഈ ഉരുൾപൊട്ടല് അത്ര കൃത്യമായിട്ട് നമുക്ക് പ്രവചിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മുമ്പിലുള്ളത്. ഏകദേശം സാധ്യതകൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ആ സാധ്യത കണ്ടുകൊണ്ട് ആളുകളെ മാറ്റി പാർപ്പിക്കുക അല്ലെങ്കിൽ അവരെ അവിടെ നിന്ന് മാറ്റുക എന്നുള്ളത് ശരിക്കും സർക്കാരിന്റെ ഉത്തരവാദിത്തം തന്നെയാണ്. അതില് നമ്മൾ ആളുകളോട് മാറിപ്പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും മാറില്ല. കാരണം അവര് വർഷങ്ങളായിട്ട് താമസിക്കുന്ന ഇത് ഭൂകമ്പ സാധ്യതയുള്ള മേഖലയാണ്, ഇവിടെ നിങ്ങൾ മാറിപ്പോകണം എന്ന് പറഞ്ഞാൽ അടുത്ത ചോദ്യം അവിടെ ഉണ്ട്, എവിടേക്ക് മാറണം എന്നുള്ളൊരു ചോദ്യം. ആ മാറുന്ന സ്ഥലം ഇവർക്ക് കംഫർട്ട് ആയിട്ടുള്ള ഒരു സ്ഥലം അല്ലെങ്കിൽ പെട്ടെന്നൊന്നും മാറും. ദുരന്തം കൺമുന്നിൽ കണ്ടാലേ അവർ മാറും. അല്ലെങ്കിൽ അത്രയും അത്രയും പേടി അവര് എന്നുള്ള ചിന്തിക്കണം. നമ്മളുടെ വീടിന്റെ അടുത്ത് ഇങ്ങനെ ഒരു മല പൊട്ടാൻ നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു കുറച്ച് സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ അവസാന നിമിഷം മാറും. കാരണം എന്താ, നമുക്ക് ആ വീടിനോടുള്ള ഒരു അറ്റാച്ച്മെന്റ്. അതായത് നമ്മളിപ്പോൾ ഒരു സ്ഥലത്തേക്ക് മാറി താമസിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ഒരു ശരീരം അങ്ങ് മാറ്റി വെക്കുക എന്നുള്ളതല്ല അവിടെ ഉള്ളത്. മാനസികമായിട്ട് അറ്റാച്ച്ഡ് ആണ് നമ്മളെ വീടുമായിട്ട്. നമ്മളുടെ വീട്ടിൽ കുറേ മെറ്റീരിയൽസ് ഉണ്ട്, നമ്മളുടെ സർട്ടിഫിക്കറ്റ്സ്, നമ്മളുടെ ബാക്കി കാര്യങ്ങൾ, പിന്നെ നമ്മുടെ ഫാമിലിയുടെ ദൈനംദിന ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ, കുട്ടികളുടെ കാര്യങ്ങൾ, രോഗികളായിട്ടുള്ള ആളുകൾ, പ്രായമായിട്ടുള്ള ആളുകൾ. അതെ, ഈ കാര്യങ്ങൾ മുഴുവൻ കംഫർട്ടായി നടക്കുന്ന ഒരു സ്ഥലം കിട്ടിയാലാണ് നമ്മൾ സ്വാഭാവിക പ്രക്രിയയിലൂടെ മാറുന്നത്. അല്ലെങ്കിൽ പിന്നെ അത്രയും അത് കൺമുന്നിൽ കാണണം. അപ്പൊ സർക്കാർ ശരിക്കും ചെയ്യേണ്ടത്, ഇപ്പൊ ഞാൻ ഈ വയനാട് മുൻനിർത്തിയിട്ടല്ല പറയുന്നത്, പല സ്ഥലങ്ങളിലും ഇതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ മാറാൻ പറയുന്ന സമയത്ത് ശരിക്കും ഏത് സർക്കാരാണെങ്കിലും, നിലവിലുള്ള സർക്കാരുമായിട്ട് ഒന്നും കണക്ട് ചെയ്തിട്ടല്ല പറയുന്നത്, പൊതുവെ ഉള്ള ഒരു സംവിധാനം നമ്മൾ മാറാൻ പറയേണ്ടത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാറാൻ കംഫേർട്ട് ആയിട്ടുള്ള ഒരു സൗകര്യം ഒരുക്കിയതിന് ശേഷമാണ് നമ്മൾ മാറാൻ പറയുന്നത്. ഇപ്പൊ നമ്മൾ മുമ്പൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, റോഡുകൾക്ക് വേണ്ടി സ്ഥലം എടുത്തു കഴിഞ്ഞാൽ സ്ഥലം എടുക്കും, പിന്നെ കുറെ കാലം കഴിഞ്ഞിട്ടാണ് അതിന് കാശ് കിട്ടുക. ആ കാശ് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ഇവർ വില്ലേജ് ഓഫീസിൽ രേഖകളൊക്കെ ഹാജരാക്കി വർഷങ്ങൾ കയറി ഇറങ്ങിയാലാണ് ഇവർക്ക് കാശ് കിട്ടുക. അങ്ങനെ ഒരു വിഷയം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഈ ഒരു ഹൈവേയുടെ പ്രശ്നത്തിൽ അത് പരിഹരിച്ചിട്ടുണ്ട്, നേരത്തെ കൊടുത്തിട്ടാണ് സ്ഥലം ഏറ്റുള്ളത്. അപ്പൊ ഇത്തരം ഒരു പോളിസി നമ്മളുടെ ആളുകളെ ദുരന്ത സ്ഥലത്ത് നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നതിലൊക്കെ നമുക്ക് വേണ്ടതുണ്ട്. പിന്നെ ഇപ്പൊ നമ്മള് ഈ പല ദുരന്തങ്ങളിലും സർക്കാർ സംവിധാനങ്ങൾ കാര്യമായിട്ട് ഇടപെട്ടിട്ടുണ്ട്, സർക്കാർ ഇതര സംവിധാനങ്ങളും ഇടപെട്ടിട്ടുണ്ട്. ശരിക്കും ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് പോകുന്ന ഒരു മെത്തേഡാണ് നമുക്ക് എപ്പോഴും നല്ലത്. കാരണം സർക്കാരിന് ഒരു സംവിധാനം എന്നുള്ള രീതിയിൽ ഇടപെടാൻ പല സ്ഥലങ്ങളിലും പരിമിതികളുണ്ട്. സർക്കാർ സംവിധാനങ്ങൾ അക്കൗണ്ടബിൾ ആണ്, രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും അക്കൗണ്ടബിൾ അല്ല എന്നല്ല ഞാൻ പറയാം, അക്കൗണ്ടബിൾ അല്ല എന്നല്ല പറയുന്നത്. പക്ഷേ ഇപ്പോ പെട്ടെന്നൊരു അർജൻസിയിൽ ഒരു ക്യാമ്പിൽ നിന്ന് മറ്റൊരു ക്യാമ്പിലേക്ക് കുറച്ച് മെറ്റീരിയൽസ് മാറ്റണമെന്നുണ്ടെങ്കിൽ അത് സർക്കാർ സംവിധാനത്തിലൂടെയാണെന്നുണ്ടെങ്കിൽ റവന്യൂ ഉദ്യോഗസ്ഥരുടെ പെർമിഷൻ, അങ്ങനെ കുറെ രേഖാമൂലം, അങ്ങനെ കുറെ പ്രൊസീജിയർ അതിനുണ്ട്. നേരെ മറിച്ച് ഒരു ഏതെങ്കിലും ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള മതപരമായിട്ടുള്ള അല്ലെങ്കിൽ സന്നദ്ധ സംഘടനകളോ ഒരു ക്യാമ്പിൽ അല്ലെങ്കിൽ ഒരു സംവിധാനത്തിൽ കുറച്ച് സംഗതികൾ കൊടുന്ന് വെച്ചാൽ അപ്പുറത്തെ ക്യാമ്പിൽ കുറച്ച് ഷോർട്ടേജ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോൺ കോളിന്റെ സ്പീഡിൽ ഈ സംഗതി അങ്ങോട്ട് മാറ്റാൻ പറ്റും. അപ്പൊ ഇങ്ങനെ
പക്ഷെ ദുരന്ത മുഖത്ത് ഇത് രണ്ടും വേണം. പക്ഷെ സർക്കാർ സംവിധാനത്തിലൂടെ കൊടുത്തിട്ടില്ലെങ്കിൽ ഇത് പലപ്പോഴും ദുരുപയോഗപ്പെടുത്താനും അല്ലെങ്കിൽ ക്യാമ്പുകളിലേക്ക് അനാവശ്യമായിട്ടുള്ള എൻട്രി, ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ അവിടെയുണ്ട്. അത് കൺട്രോൾ തീർച്ചയായും സർക്കാർ പ്രൈവസിന്റെ ഒരു ഇഷ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ അവരൊക്കെ മനുഷ്യന്മാരാണ്, നമ്മളെ പോലെ പ്രൈവസി. അതെ, ഇതിൽ തന്നെ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ സോഷ്യൽ മീഡിയനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തല്ലോ. മുഖ്യധാരാ മീഡിയകളെ കുറിച്ച് നമ്മളൊരു പരിധിവരെ ഡിസ്കസ് ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മുഖ്യധാരാ മീഡിയകളിൽ പല റിപ്പോർട്ടർമാരും വളരെ മാന്യമായിട്ട് തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ചിലപ്പോഴെങ്കിലും അല്ലെങ്കിൽ ചില ബ്ലോഗേഴ്സിനൊക്കെ പ്രശ്നങ്ങൾ പറ്റുന്നുണ്ട്. ഇവർ ക്യാമ്പിൽ പോയിട്ട് അവിടെയുള്ള ആളുകളോട് പിന്നെ അവരുടെ ചോദിക്കുന്നത് യുക്തിയല്ലാത്ത കാര്യങ്ങൾ, അനൗചിത്യമായിട്ടുള്ള കാര്യങ്ങൾ നേരിട്ട് ചോദിക്കുകയാണ്. കാരണം ക്യാമ്പ് എന്ന് പറയുന്നത് അവരുടെ താൽക്കാലിക വസതിയാണ്, അവരുടെ പ്രൈവസി ആവശ്യമുള്ള ഒരു സ്ഥലമാണത്. അവിടെ കയറിയിട്ട് നമ്മൾ പുറത്തുനിന്ന് എല്ലാ മീഡിയകൾ അല്ലെങ്കിൽ ആളുകളൊക്കെ കൂടെ കയറിയിട്ട് അവിടെ പോയിട്ട് ഇവരെ ദുരന്തത്തെ കുറിച്ച് വീണ്ടും വീണ്ടും പറയിപ്പിച്ച് അത് വളരെ മോശമായിട്ടൊരു കാര്യമാണ്. അർജുന്റെ കുട്ടിയോട് ഈ റിപ്പോർട്ടർ പോയിട്ട് ചോദിക്കുന്നത് പപ്പ എവിടെ എന്ന് ചോദിക്കുന്നു. അത് അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ അവിടെ ഒരു മാധ്യമം എന്ന് പറഞ്ഞ് വർക്ക് ചെയ്യുന്ന റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാറും പോയിരുന്നു അവിടെ. അതൊരു മാന്യമായിട്ട് തന്നെയാണ് അല്ല വീട്ടിൽ പോയിട്ട് അമ്മയോട് സംസാരിക്കുന്നതും കാര്യങ്ങളും മീഡിയക്ക് കൃത്യമായിട്ടുള്ള പങ്കുണ്ട്. ഇതിപ്പോ നമ്മൾ കർണാടകയിലെ ഇഷ്യൂവിൽ തന്നെ മൂന്നാമത്തെ ദിവസം റിപ്പോർട്ടർ ചാനലിന്റെ ഡോക്ടർ അരുൺകുമാർ അവിടെ എത്തുന്ന സമയത്ത് നേരത്തെ കണക്ട് ചെയ്തിട്ട് ഞാൻ കാര്യം പറയാം. അവിടെ മൂന്നാമത്തെ ദിവസം എത്തുന്ന സമയത്ത് നാട്ടുകാരും ഇല്ല, സംവിധാനങ്ങൾ ഉദ്യോഗസ്ഥരും ഇല്ല എന്ന് പുള്ളി റിപ്പോർട്ട് ചെയ്തത്. നമ്മൾ നേരത്തെ മലയാളിയുടെ ഒരു കാര്യം കർണാടകയിൽ നടന്ന രാഷ്ട്രീയ പ്രബുദ്ധതയുടെ നമ്മളിവിടെ അങ്ങനെ മണ്ണിടിഞ്ഞു കഴിഞ്ഞാൽ, അതും ഓടിക്കൊണ്ടിരിക്കുന്ന ആളുകൾ സഞ്ചരിക്കാൻ സാധ്യതയുള്ള റോഡിൽ മണ്ണിടിഞ്ഞു കഴിഞ്ഞാൽ അവിടെ സ്പോട്ടിൽ നമ്മൾ നാട്ടുകാർ അവിടെ കൂടി രാവിലെങ്കിലും അവിടെ മനുഷ്യനെത്തിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. പിന്നെ തെരച്ചിൽ തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, ഇവരുടെ റഡാർ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് തെരച്ചിൽ നടത്തിയ സമയത്ത് ശ്വാസത്തിന്റെ സിഗ്നൽ കിട്ടി, തെരച്ചിൽ നിർത്തി പോന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ വീണ്ടും നമുക്ക് തെരയേണ്ടി വന്നു എന്നുള്ളതാണ്. അപ്പൊ ആ രീതിയിലേക്ക് അപ്പൊ അവിടെ നമ്മൾ വിശ്വസിക്കുന്നതാണ്. ഇനിയിപ്പോ അതൊരു തവളക്കുഞ്ഞാണെങ്കിൽ പോലും അത് തവളയാണെന്ന് ഉറപ്പുവരുത്തുക, മനുഷ്യനല്ല എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ട ബാധ്യത നമുക്കുണ്ടല്ലോ. അതില് കണ്ടത് ഇപ്പൊ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു പശുവിന് നടക്കാൻ വയ്യാത്തൊരു പിന്നെ പോലീസ് ഉദ്യോഗസ്ഥന്റെ ഒരു പിന്നെ നായകുട്ടിയെ പാലത്തിന് കെട്ടിപ്പിടിച്ചു കൊണ്ടുവരുന്നത് കണ്ടു. പിന്നെ ഇപ്പൊ ഇതിൽ എടുത്തു പറയേണ്ട ഒന്നാണ് നമ്മളെ കൊണ്ടോട്ടിയിൽ ഉണ്ടായ വിമാനാപകടം. പ്രത്യേകിച്ച് ലോക്ക്ഡൌണിൽ, ട്രിപ്പിൾ ലോക്ക്ഡൌണിന്റെ സമയത്ത് ഒരാള് പോലും പുറത്തിറങ്ങരുത്, പ്രത്യേകിച്ച് ഗൾഫിൽ നിന്ന് വരുന്ന ആളുകളാണ് കൊറോണ പരത്തുന്നത് എന്നുള്ളൊരു ഇല്ലാത്ത കഥകള് പറഞ്ഞിരിക്കുന്ന ഒരു സമയമാണ്. മാധ്യമങ്ങൾക്കും എല്ലാവർക്കും വിലക്കുള്ള സമയമാണ്. ആ സമയത്ത് ആ വിമാന അപകടം ഉണ്ടായിട്ട് ഉദ്യോഗസ്ഥര് പറഞ്ഞു പോവല്ലെങ്കിൽ പൊട്ടിത്തെറിക്കാണ്ട്, പൊട്ടിത്തെറിച്ചു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ മരിക്കും. പക്ഷെ എന്താണ് ആ ആളുകൾ എന്താ ചെയ്തത്? അതൊന്നും കൂട്ടാക്കിയില്ല. അത് സാരില്ല, അവിടെ ജീവൻ കിട്ടാണെങ്കിൽ കിട്ടട്ടെ. പലപ്പോഴും ഈ സേവന സ്ഥാനത്തിലാവുന്ന ആളുകൾ നമ്മുടെ സുരക്ഷ പോലും പരിഗണിക്കുക. അത് ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ ശരിക്കും പറയുന്നത് സ്വന്തം സുരക്ഷ നോക്കിയിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ മനസ്സ്, നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് അങ്ങനെയാണ്. ഇപ്പൊ ഇവിടെ ഈ ചുരുൾമലയിലും ഒരാളെ കുറിച്ച് ഉണ്ടായിരുന്നു. അയാൾ കുറെ ആളുകളെ രക്ഷിച്ചു, പ്രജീഷ് അയാൾ കുറെ ആളുകളെ രക്ഷിച്ചിട്ട് അവസാനം അയാളോട് പോണ്ടാ പറയുന്നുണ്ട്. പക്ഷെ പറ്റൂല, ഇനി ആളുകളുണ്ട് എനിക്ക് പറ്റുന്ന 2018 സിനിമയില് നമ്മളെ ടോവിനോ തോമസിന്റെ ലാസ്റ്റ് ഒരു ഇതൊക്കെ കാണുന്നുണ്ടല്ലോ, അതാ അന്നത്തെ പ്രളയത്തിന്റെ ഇതൊക്കെയാണല്ലോ പറയുന്നത്. അപ്പൊ അങ്ങനെ കുറെ. പിന്നെ ഇതില് പറയുന്നത് വെച്ചാല് ആ മുലപ്പാലിന്റെ ഒരു ഇതുണ്ടല്ലോ. അപ്പൊ ഒരു ജർമ്മൻ അറിയുന്ന ഒരാള്, ജർമ്മനിയിൽ നിൽക്കുന്ന ആളാണ് തോന്നുന്നു, മൂപ്പരത് ജർമ്മനിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അപ്പൊ അത് ജർമ്മൻ മാധ്യമങ്ങൾ വരെ അത് റിപ്പോർട്ട് ചെയ്തു എന്നാ പറയുന്നത്. ഈ ഒരു കേരളത്തിന്റെ അതുപോലെ ഓക്സ്ഫോർഡിലെ ഇതിന്റെ ഒരു റീൽ ഇറക്കിയിട്ട് അവിടെ ആകെ ഈ ഒരു ഞാൻ തന്നെ ഈ മുലപ്പാലിന്റെ ഈ കേസ് പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ താഴെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ മാതാപിതാക്കളും നഷ്ടപ്പെട്ട കുട്ടികളെ ഒന്ന് എനിക്ക് തരുമോ, ഞാൻ ഏറ്റെടുത്തോട്ടെ, എനിക്ക് സാമ്പത്തികം കുറവാണ്, പക്ഷെ ഒരു കല്യാണം കഴിക്കാൻ താല്പര്യമില്ലാത്ത ലേഡി ചോദിക്കുന്നുണ്ട്, വിവാഹം കഴിക്കൂല, പക്ഷെ ഞാൻ ഈ കുട്ടീനെ എന്ത് ചെയ്യാം, അപ്പനും അമ്മയും മാതാപിതാക്കൾ അതും ശരിക്കും മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന സ്നേഹത്തിന്റെ മോൾ അതിന്റെ നിയമപരമായിട്ടുള്ള വശങ്ങളിലേക്ക് പോവാണെന്നുണ്ടെങ്കിൽ നമ്മൾ അഡോപ്ഷൻ ഏജൻസിയിൽ രജിസ്റ്റർ ചെയ്തിട്ടൊക്കെ വേണം. പിന്നെ ചില
ഷോപ്പിൽ പോകുമ്പോ ആളുകൾ കളക്ഷന് പോകുമ്പോ ഉള്ളത് ഫുള്ള് എന്താ നിങ്ങൾക്ക് വേണ്ടത്? ഒരു ഷോപ്പിലെ കംപ്ലീറ്റ് ഫുള്ള് അതെ. അത് ചെരുപ്പിന്റെ കട എന്താ നിങ്ങൾക്ക് വേണ്ടത് എടുക്കാന്ന് അവര് ജീവിക്കട്ടെ എല്ലാരും എന്താ പിന്നെ അയാൾക്ക് പിന്നെ ജീവിക്കാൻ പറ്റില്ല വേറൊരു കണ്ടത് എന്താ വെച്ചാല് ഈ വീടിന്റെ മുറ്റത്തും ഇവിടൊക്കെ വെള്ളം, ചായ, കാര്യങ്ങൾ, കാപ്പിയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുക. എന്തിനറിയോ? ഈ സന്നദ്ധ പ്രവർത്തകർ പോകുമ്പോ അവർക്ക് ഇതാ പോകുന്ന ആ ഒരു സമയത്തുള്ള ഭക്ഷണങ്ങളും കാര്യങ്ങളും അത് ഫ്രീ ആയിട്ട് അത് അവർക്ക് കഴിയുന്ന രൂപത്തിൽ. അപ്പൊ അവര് ആ സന്നദ്ധ പ്രവർത്തനത്തിൽ പങ്കെടുക്കണം. പക്ഷെ സാമ്പത്തികമായിട്ട് അവർക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ടാവും. അപ്പൊ അവരെന്ത് ചെയ്യാ, കഴിയുന്ന രൂപത്തിൽ ഭക്ഷണമായിട്ടാണെങ്കിൽ അങ്ങനെ. ഇപ്പൊ അതിൽ തന്നെ ഇപ്പൊ ആ 8000 പേർക്കട്ടെ ഇപ്പൊ വൈകാട് അവിടെ ഫുഡ് കൊടുത്തിരുന്നു. അത് നമുക്ക് എടുത്തു പറയേണ്ട എടുത്താണ് ആ ഒരു സമയത്ത്. അതെ, അപ്പൊ ആവശ്യം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാധാ ഫുഡും അല്ല, അത്യാവശ്യം രക്ഷാപ്രവർത്തനത്തിനും പല ആവശ്യങ്ങൾക്കും വേണ്ടി വരുന്ന ഒരുപാട് ആളുകളുണ്ട്. ഡ്രൈവർമാരും ഇവരൊക്കെ തിരുവനന്തപുരത്ത്. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. മേപ്പാടി നമ്മൾ എത്തിക്കഴിഞ്ഞാൽ, എന്തെങ്കിലും ആവശ്യത്തിന് അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് പുറത്തുനിന്ന് കഴിക്കേണ്ട ഒരു സാഹചര്യം അവിടെ ശരിക്കില്ല. അവിടെ ഹോട്ടലുകൾ, മൊബൈൽ അങ്ങാടിയിൽ ഹോട്ടലുകളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഇപ്പോ അവിടെ CHCയിൽ നിന്ന് ഒരു ക്യാമ്പിലേക്ക് ഏകദേശം ഒരു കിലോമീറ്ററിന്റെ അടുത്ത് ദൂരമുണ്ട്. നമ്മളിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് പല ആളുകളും നമ്മളെ അടുത്ത് കൊടുത്ത് വണ്ടി നിർത്തിയിട്ട് വാട്ടർ ബോട്ടിൽ തരികയാണ്. ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഭക്ഷണത്തിന് പോയി നമ്മളെ തരികയാണ്. നമ്മൾ ക്യാമ്പിൽ ഇൻമേറ്റ്സ് ഒന്നുമല്ല, നമ്മൾ നടന്നു പോകുന്ന ഒരാളടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ് അവര് നിങ്ങൾക്ക് വെള്ളം വേണോ, ഭക്ഷണം അത് തരികയാണ്. ശരിക്കും അതൊക്കെ ഒരു വലിയ എന്താ പറയാ ചേർത്ത് പിടിക്കലിന്റെ തന്നെയാണ്. കാരണം എന്താ ഇതില് ഇപ്പൊ ഇതിൽ പെട്ടവരുണ്ടാവും, പെടാത്തവരുണ്ടാവും. പക്ഷെ ഇതിനെ തേടി വന്ന ആളുകളുണ്ടാവും. അപ്പൊ പുറത്തുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അവരെ മൃതങ്ങൾ തരാനോ അല്ലെങ്കിൽ ഞങ്ങളെ ആളുകളെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി സമയത്ത് അവര് ആ പ്രതിസന്ധി എങ്ങനെയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഭക്ഷണം കഴിക്കാനുള്ള സാമ്പത്തികം ഇല്ലാത്തവരായിരിക്കാം, ചിലപ്പോൾ ഉണ്ടാവും, പക്ഷെ അതിനുള്ള സൗകര്യങ്ങൾ. ഇതില് വേറെ വിഷയം കൂടെ ഉണ്ട്. ഇപ്പൊ അവിടെ ഈ ദുരന്തത്തിൽ പെട്ട ആളുകളെ സംബന്ധിച്ച് അവർ സീറോയിലാണ് നിൽക്കുന്നത്. അവർക്കൊന്നുമില്ല, ഒന്നുമില്ലല്ലോ. പിന്നെ അതിലിപ്പോ നമ്മൾ എടുത്തു പറയേണ്ടത് ഇപ്പൊ ഏകദേശം 500-ലധികം വീടുകൾ ഇപ്പൊ തന്നെ ഓരോരുത്തർ സ്പോൺസർ ചെയ്തിട്ടുണ്ടല്ലോ. അതൊരു വലിയ സ്ഥലങ്ങള് കാരണം എന്താ വെച്ചാല് അവരിപ്പൊ രക്ഷിച്ചാൽ മാത്രം പോരാ, അവർക്ക് ഇനിയും ജീവിക്കണം. അതുപോലെ ഒരുപാട് പേര് ജോലി ഓഫർ ചെയ്യുന്നു. ഇതൊക്കെ നമുക്ക് മാത്രം ഇപ്പൊ കാണാൻ പറ്റും. കർണാടക സർക്കാർ നമ്മൾ ഒരു പറയുമ്പോ അന്ന് ഈ വിഷയം അർജുന്റെ വിഷയം നമ്മൾ വളരെ നെഗറ്റീവായിട്ട് കണ്ടിട്ടുണ്ട്. നെഗറ്റീവായി സംസാരിച്ചതാണ്. അല്ല, ആ നെഗറ്റീവായി സംസാരിച്ചതില് വേറെ വിഷയം നമ്മൾ കാണാതെ പോകരുത്. അതിപ്പോ അവിടെ നൈറ്റിൽ തിരയാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് റിയാലിറ്റിയാണ്. നമ്മൾ കേരളത്തിൽ എന്താ ചെയ്യുന്നത്? അല്ല, നൈറ്റിൽ നമ്മൾ തിരയുന്നില്ല. കാലാവസ്ഥയുടെ വിഷയം നോക്കണം, ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഏരിയയിലേക്ക് ഒരു സർക്കാർ സംവിധാനങ്ങളെ അല്ലെങ്കിൽ ഈ പിന്നെ മിലിറ്ററിയും പോലീസിനൊന്നും അങ്ങനെ തുറന്നു വിടുന്നില്ല. കാരണം ഈ അത് ഇനിയും സംഭവിക്കാം. അല്ലെങ്കിൽ ഇപ്പോഴും പറയുന്നില്ലേ, ഇപ്പൊ നമ്മൾ തന്നെ പറയുന്നുണ്ട് പിന്നെ അവിടെ ആ കാടിനുള്ളിലൊക്കെ നല്ല കുത്തിയൊലിക്കുന്നുണ്ട്, ഇപ്പോഴും വെള്ളം അതായിട്ടുണ്ട്. പക്ഷെ ആ പ്രവർത്തകന് കുടുങ്ങി കടന്നു, ഒരാൾ രക്ഷപ്പെട്ടു, രണ്ടാളെ മിലിറ്ററിയാണ് എന്ത് ചെയ്തത് പിന്നെ രക്ഷപ്പെടുത്തിയത്. അപ്പൊ ഇത്തരം ഏരിയകളിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള ഏരിയകളുണ്ട്. അപ്പൊ മണ്ടി ചെന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവിടെ കീഴടങ്ങാൻ പാടില്ല എന്നുള്ളതായിരിക്കും. ഇതിലെന്ന് വെച്ചാൽ നമുക്കൊക്കെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഇങ്ങനൊരു അപകടം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഒറ്റപ്പെടുന്നില്ല. പിന്നെ അതിൽ നമ്മളെ പരിമിതികൾ ഇത്ര സന്ദർഭങ്ങൾ നമ്മൾ തിരിച്ചറിയേണ്ടത്. അതായത് നമ്മുടെ പരിമിതികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജിയുടെയും നമ്മുടെ രാജ്യത്തിന്റെ ഒക്കെ പരിമിതി. രാത്രിയില് ഈ കോടമഞ്ഞും അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ ഇത് തെരച്ചിൽ നടത്താൻ പറ്റുന്ന സെർച്ച് ലൈറ്റോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഇപ്പോഴും നമ്മളെ രാജ്യത്ത് അല്ലെങ്കിൽ ലോകത്ത് അവൈലബിൾ അല്ല എന്നുള്ളത് സത്യമാണ്. ഇനിയിപ്പോ ഭാവിയിലും അപകടങ്ങൾ വരാം. നമ്മൾ ശരിക്ക് സ്കൂൾ പഠനത്തിൽ അല്ലെങ്കിൽ ഒരു സിലബസിൽ ഒരു നിർബന്ധിത വിദ്യാഭ്യാസമായിട്ട് കൊടുക്കേണ്ട ഒരു സാധനമാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. ഇപ്പൊ അപകടം എന്ന് പറഞ്ഞാൽ ഇത് മാത്രമല്ല, നമ്മളെ വീട്ടിലിപ്പോ തീപിടുത്തം അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് ആകും. പലപ്പോഴും നമ്മുടെ നാട്ടിലെ ആക്സിഡന്റില് ഒരു പക്ഷേ ഈ ആംബുലൻസിൽ കൊണ്ടുപോകണം എന്ന് പറയാറുണ്ട്. പക്ഷെ നമ്മളെന്താ കാട്ടില് പെട്ടെന്ന് കിട്ടിയ വണ്ടിയിൽ കയറ്റി വിടാറുണ്ട്. ആ സമയത്ത് ആ രോഗിക്ക് കൂടുതൽ പ്രശ്നം, മരിക്കാൻ വരെ സാധ്യതയാണ്. അപ്പൊ അങ്ങനെ അത് നമ്മളുടെ ഒരു മനസ്സിന്ന് വരുന്ന ഇതാണ്. നമുക്ക് നമ്മളെ മനസ്സിലാക്കൊന്നും പറ്റരുത്. വെള്ളം കിട്ടാതെ മരിക്കരുത്. ശരിക്കും സ്കൂൾ ലെവലില് ഗവൺമെന്റ് ഇത് നിർബന്ധിതമായിട്ടും
നടപ്പിലാക്കേണ്ട ഒരു തീർച്ചയായും അതില് വേറെ കാര്യങ്ങളുണ്ട്. നമ്മളെ ഇപ്പോ പല സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ പ്രത്യേകിച്ച് ഈ അക്രഡിറ്റേഷൻ വർക്കൊക്കെ നടക്കുന്ന എല്ലാ കോളേജുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ ഈ ഫയർ എഞ്ചിൻ ഉണ്ടാവും ചുമരിന്റെ ഒരാൾക്ക് പോലെ അതെങ്ങനെ അവിടെയുള്ള ഏതെങ്കിലും കുട്ടിക്ക് അതെങ്ങനെ വർക്ക് ചെയ്യാൻ ടീച്ചേഴ്സിന് അടക്കറിയില്ല, ടീച്ചേഴ്സിന് പോലും അറിയാം. അതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള പഠനം ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ എല്ലാവർക്കും നിർബന്ധിതാക്കുന്നുണ്ട്. അത് ശരിക്കും മലയാളികൾ പൊളിയാന്നുള്ളതിനുള്ള ഒരു തെളിവിപ്പോ എന്നെ വിളിച്ചാൽ മതി. അന്ന് രണ്ട് കുട്ടികള് ഇത് കണ്ടോ? ആ, വയനാട് കുട്ടികൾ. കൈത്താങ്ങി രണ്ട് ആ, ഇതില് കുട്ടികള് നമ്മള് പറയേണ്ടത് എന്ത് ചെയ്യാണ്? അതാണ്. അവരുടെ പിന്നെ ഈ കുടുക്ക പൊട്ടിച്ചിട്ട് അതായത് നമ്മളാണ് ചിത്രാത എന്താണ് 1960 രൂപ അവർ ചില്ലറ പൈസ ഫുള്ള് ചില്ലറ പൈസ കേട്ടോ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ അതും ഈ പറയുന്ന പോലൊരു പിന്നെ വലിയ കാര്യം തന്നെയാണ്. കാരണം ദുരിതാശ്വാസ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതാണ് ഇപ്പൊ നമ്മളുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം കോവിഡ് സമയത്ത് നമ്മൾ തോന്നുന്നു 1400 കോടിയോ എങ്ങനെയാണ് അതിൽ പിരിച്ചത്. പക്ഷെ അതിൽ 1400 കോടി പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, അതിലേക്ക് എക്സ്പെൻസ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ അതിൽ കഴിഞ്ഞു. പിന്നെ രാഷ്ട്രീയ പ്രവർത്തകർ ഇപ്പൊ മുസ്ലിം ലീഗിന്റെ തന്നെ നോക്കുകയാണെങ്കിൽ ഒരു ദിവസം ഒരു ആപ്പ് തുറന്നു, അത് ഈ ഒരു സമയമായപ്പോ 4 കോടി അങ്ങനെ. പിന്നെ യൂത്ത് കോൺഗ്രസ് എത്ര വീടുകൾ വെച്ചു കൊടുക്കാൻ, രാഹുൽ ഗാന്ധി 30 വീട്, ഡിവൈഎഫ്ഐ 25 വീട്. പിന്നെ ഡിവൈഎഫ്ഐ വേറെ ഒരു കാര്യമുണ്ട്, അവർ SFI ഡിവൈഎഫ്ഐ കൂടിയിട്ട് സ്ക്രാപ്പ് പഠിപ്പിക്കും വീടുകളിൽ. സ്ക്രാപ്പ് ആ ഫണ്ട് വേറെയും ഉപയോഗിക്കുന്നു പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മള് ഈ സമസ്ത ഇരു സമസ്തകളും പിന്നെ ഈ കുറച്ച് ഭൂമിയുള്ള ആളുകൾ ഉണ്ടാവും, അപ്പൊ ഭൂമി കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ചില ആളുകള് 100 വീട് പറഞ്ഞിട്ടുണ്ട്. ചില ആളുകൾ എന്താ വെച്ചാല് കൊല്ലത്ത് ഇത്ര സെന്റ് ഇല്ലാത്ത ഏരിയകളിലേക്ക് അങ്ങനൊക്കെ അത് സർക്കാർ പോലെ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇവർക്ക് ടൗൺഷിപ്പ് നിർമ്മിക്കുന്നതാണ്. പിന്നെ ഇനി വീട് ചിലപ്പോൾ ആവശ്യം ഉണ്ടാവില്ല അല്ലെ. മലയാളി എപ്പോഴും പൊളിയാണ്, പക്ഷെ മലയാളി പൊളിയാണെങ്കിലും ഇതുപോലത്തെ കുറെ കാര്യങ്ങളിലേക്ക് നമുക്ക് എന്ത് ചെയ്യണ്ട്, ഈ ചർച്ചകളിൽ ഇതിൽ ഇപ്പൊ പറയാം 30% ആളുകൾ ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, ഏതൊരു കാര്യത്തെയും എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ അതിലെ നമ്മള് മലയാളി മാത്രം പൊളിയാണെന്ന് പറയാൻ പാടില്ല. ഇപ്പൊ ഈ ഒരു വിഷയത്തില് കർണാടക പൊളിയല്ലേ, തമിഴ്നാട് 5 കോടി കൊടുത്തു. തമിഴ്നാടിനെ കുറിച്ച് എനിക്ക് സത്യത്തില് പല അനുഭവങ്ങളിൽ നിന്നും മലയാളികളെക്കാൾ സ്നേഹത്തിന്റെ കാര്യത്തില് കമ്മ്യൂണിറ്റിയുടെ കാര്യത്തിൽ ഒരുപാട് മുന്നിലാണ് ശരിക്കും തമിഴന്മാർ എന്ന് പറയുന്നത്. ഞാൻ പലപ്പോഴും റിസർച്ച് ആവശ്യത്തിന് കോയമ്പത്തൂർ പോകുന്ന സമയത്ത് നമ്മുടെ ഹെൽപ്പ് ആവശ്യമുണ്ട് നമ്മുടെ മനസ്സിൽ തോന്നുമ്പോഴേക്കും ഇവര് ഹെൽപ്പ് ചെയ്യണം. അതായത് അവരുടെ എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ച് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ അതുമല്ല ഇപ്പൊ ഈ ഒരു വയനാട് ഇഷ്യൂല് പല സംസ്ഥാനങ്ങളിലും പിരിവുകൾ നടക്കുന്നുണ്ട്. ഒരാൾ പോലും ഇല്ലാന്ന് പറയുന്നില്ല, അവരെ കൊണ്ട് കഴിയുന്നത്. ഇന്നിപ്പോ ഞാൻ ഒരു സ്റ്റാറ്റസ് കണ്ടതാണ്, ഡൽഹിന്ന് ഡൽഹിയിലത്തെ സ്റ്റുഡൻസ് കുറച്ച് പിരിച്ച പൈസ അത്യാവശ്യം നല്ല എമൗണ്ട് ഉണ്ട്. അത് മലയാളീസ് കൊടുത്തതല്ല, ഇവരിത് കണ്ടിട്ട്. അതുപോലെ ചില ആളുകൾ പുറത്തുള്ള ആളുകൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഈ സ്റ്റാറ്റസ് ഇടുമ്പോ നിങ്ങൾ സേഫ് അല്ലേ, ആണെങ്കിൽ അങ്ങോട്ട് പോരി, ആ രീതിയിലുള്ള മെസ്സേജ്. കാരണം അവര് പുതിയ പ്രവാസികളെ കണ്ടോ, പ്രവാസികൾ വീട്ടിലാണ്, അവരുടെ വീട് അവര് വരുന്ന ഇത്ര സമയം അതിൽ രജിസ്റ്റർ ചെയ്യാനുള്ള അടക്കം. നമ്മള് വീട് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ 8 മാസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. അപ്പൊ 8 മാസം വരെ താമസിക്കാനുള്ള ഇത് അവൈലബിൾ ആണെന്ന് പറഞ്ഞിട്ട് ഇതിൽ എന്ത് ചെയ്യും, ഓപ്പൺ ആക്കി ഇടും ഈ സൈറ്റില് പ്രവാസികളുടെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അത് 8 മാസം വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം. ചിലർക്ക് 3 മാസമാണ്, ചിലർക്ക് 5 മാസമാണ്. ആരാ എന്താണെന്നില്ല, ഇതിൽ രജിസ്റ്റർ ചെയ്യാം. നമുക്ക് ഇപ്പൊ മിഞ്ഞാന്ന് വയനാട് ജില്ലാ കളക്ടർ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു, സന്നദ്ധ സേവനത്തിന് ആളാവശ്യമുണ്ട്, ഒരു ഗൂഗിൾ ഫോം ഉണ്ടായിരുന്നു. ഒറ്റ ദിവസം കൊണ്ട് അവര് ക്ലോസ് ചെയ്തു. 10,000-ലധികം ഇത്രയൊക്കെ നന്മ ഒരു ഭാഗത്ത് നടക്കുമ്പോ മറു സൈഡില് തിന്മകൾ നടക്കുന്നത് നമ്മൾ മൈൻഡ് ചെയ്യാതെ വിടുക എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും നന്മയൊക്കെ നടക്കുന്ന സമയത്ത് ഇപ്പൊ ഞാൻ ഒരാളുടെ ഒരു ടോക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് വൈറ്റ് എന്ന പേരിൽ മഞ്ഞക്കുപ്പായിട്ടതാണ് ആളുടെ പ്രശ്നം, അല്ലെങ്കിൽ അവിടെ സേവനത്തിന് ഇറങ്ങിയ ആളുകൾ ഇന്നലെ പോയി കുപ്പായം പ്രിന്റ് ചെയ്തതാണ് ആളുടെ പ്രശ്നം. ഇങ്ങനെയുള്ള വളരെ ബാലിശമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇത്തരം രക്ഷാപ്രവർത്തനത്തെയും നന്മകളെയും പുച്ഛിക്കുന്നത് നമ്മൾ മൈൻഡ് ചെയ്യാതിരിക്കാന്നുള്ളതാണ്. ആളുകൾ ഇതിനെ കുറിച്ച് ആലോചിക്കുന്നില്ല, അവരെ കാണുന്നില്ല, അവരെ പണിയെടുത്ത് നടക്കുക. കുറെ ആളുകൾ എന്തറിയോ, എന്ത് സംഭവിച്ചാലും ഞങ്ങൾക്ക് വിഷയമില്ല, അല്ലെങ്കിൽ ഞങ്ങൾ ഇത് നമുക്ക് മൈൻഡ് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. പിന്നെ അതിൽ സ്വഭാവക്കാരല്ലേ. ഈ ഒരു സമയത്ത് നമ്മൾ വേറൊന്ന് പറയണ്ട്, ഒരു പോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു, പ്രേ ഫോർ അത് വെട്ടിയിട്ട് പേ ഫോർ വയനാട്. പക്ഷെ അതൊരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം.
ഈ പ്രേ ചെയ്യുന്ന ആളുകൾ എന്താണ് അത്യാവശ്യം ഈ പ്രേ ചെയ്യുന്ന ആളുകൾ തന്നെ ഇതിലേക്ക് പേ ചെയ്യും. മതപരമായിട്ട് നോക്കുമ്പോ പ്രേ എന്നുള്ളതിനൊരു ഇതിൽ വിശ്വസിക്കാത്ത കുറച്ച് ആളുകൾ അങ്ങനെ അവരവര് ചെയ്തോട്ടെ, പക്ഷെ അതിന് ഒന്നിനും നിന്ദിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു സംഭവം, അതായത് പ്രാർത്ഥിക്കുന്ന ആളുകൾ പ്രാർത്ഥിച്ചോട്ടെ, അതാണ് മാനസികമായിട്ട് അവർക്ക് ചില ആളുകൾ ഇത് വളരെ അക്രമം എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിൽ പല ആളുകളും സംഭവിച്ച സമയത്ത് നിങ്ങളുടെ ദൈവം എവിടെയെന്ന് ചോദിച്ചിട്ട് ഈ മനുഷ്യന്മാരോട് പോയി ചോദിച്ചാൽ നിങ്ങളുടെ ദൈവം എന്തുകൊണ്ട് നിങ്ങളെ രക്ഷിച്ചില്ല, എന്നിട്ട് എന്തുകൊണ്ട് ആക്രമണം അവർ ചെയ്യുന്നത്. ഇത് അവിടെല്ലാം നടക്കേണ്ടിയിരുന്നു, മതമൊക്കെ നടക്കേണ്ടി. പിന്നെ കൂടുതൽ അവർക്ക് ജനസംഖ്യ അങ്ങനെ ഒരു ആശയം പശുവിനെ മനസ്സിലായില്ല, പശുവിനെ കഴിക്കാൻ പാടില്ല എന്ന് എന്താ ഒരുപാട് ജനസംഖ്യ കൂടുതൽ, മക്കൾ കൂടുതലുള്ള ഇത് ഇതിനായിട്ട് ഇതായിട്ടുള്ള അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയുള്ള വളരെ വൃത്തികെട്ട ഒരു വർഗവും ശരിക്ക് മലയാളികളുടെ വളരെ ചെറിയൊരു ശതമാനം നമ്മൾ മൈൻഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് പറ്റുന്ന ഒരു വഴി. അപ്പൊ നമുക്ക് എന്തായാലും പുനരധിവാസം മറ്റൊക്കെ നല്ല രീതിയിൽ നടക്കും. അപ്പൊ ആ സമയത്താണ് ഇനി നമ്മൾ കൂടുതൽ ശ്രദ്ധ മെന്റലി അവരൊന്ന് പ്രിപ്പയർ. അത് നമ്മൾ ക്യാമ്പുകളിലൊക്കെ കണ്ടോ, ഇത് എത്ര എന്ത് പറഞ്ഞാലും നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ, പ്രതിപക്ഷമാണെങ്കിലും മുഖ്യമന്ത്രി ആണെങ്കിലും അല്ലെങ്കിൽ പിന്നെ പൊതുമരാമത്ത് എല്ലാ മേഖലകളിലുള്ള മന്ത്രിമാരും MLA-മാരും ഇവരൊക്കെ എന്ത് ചെയ്തു, രാഷ്ട്രീയക്കാരൊക്കെ ഈ ക്യാമ്പുകളിൽ വരുന്നു, കുട്ടികൾക്ക് സ്വീറ്റ്സും കാര്യങ്ങളും കൊടുക്കുന്നു, ഒന്ന് തലയോട്ടുന്നു. അല്ല, ചില ആളുകൾ അതിനെ വിമർശിക്കണം, ഈ നേതാക്കന്മാരെന്തിനാ. പക്ഷെ അവര് വരുമ്പോ അവർക്ക് അതിപ്പോ രാഹുൽ ഗാന്ധി ഒരു കുട്ടീനേറ്റവും സത്യം എനിക്കിടക്ക് സങ്കടം വന്നത് ആ കുട്ടി പാനെടുത്ത് കളിക്കുമ്പോ. അപ്പൊ ശരിക്കും എന്താ ആ കുട്ടി ചിലപ്പം അത് പ്രതിപക്ഷ നേതാവായിരിക്കും, മുത്തച്ഛനോ. ഞാൻ കണ്ടെടുത്തോളം അവിടെ ഒരു പരിധി വരെ നേതാക്കന്മാര് അവരുടെ VIP പരിഗണന മാറ്റി വെച്ചുകൊണ്ടാണ് അവിടെ ഇടപെടുന്നത്. അതായത് ഇപ്പോ മേപ്പാടി ഹോസ്പിറ്റലില് ഇപ്പോ ആരോഗ്യമന്ത്രിക്ക് വന്ന സമയത്ത് ആരോഗ്യമന്ത്രി ഇങ്ങനെ പോകുന്നു, നമ്മുടെ ഇപ്പുറത്ത് കൂടെ ഇങ്ങനെ പോകുന്നു, അവിടെ VIP പരിഗണനയില്ല. ഒക്കെ സാധാരണ കുട്ടി ചിലപ്പോ കളിക്കുന്നത് അച്ഛന്റെ കൂടെ ഇങ്ങനെ ആയിരിക്കും. അപ്പൊ അത് അപ്പൊ ആ ആളുകൾക്കൊരു ആളുകളുണ്ട് എന്നുള്ളൊരു തോന്നൽ വരാൻ ഹിഷാമോ ആഷിമോ എന്തോ പറഞ്ഞ കുട്ടി സിദ്ദീഖ് MLA-യുടെ പിന്നാലെ വന്നിട്ട് ഓട്ടോഗ്രാഫ് മിസ്സായി പോയി, സാർ ഒലിച്ചു പോയി, എനിക്ക് വേറെ ഓട്ടോഗ്രാഫ് തരുമെന്ന് ചോദിക്കുമ്പോ സ്പോട്ടിൽ ഒരു വെള്ള പേപ്പറിൽ എഴുതി കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഒരു പിന്നെ അതോടൊപ്പം നമ്മൾ ചേർത്ത് പറയേണ്ട വേറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഈ വിസിറ്റ് ചെയ്യുന്ന ആളുകളൊക്കെ അവിടെ എന്തെങ്കിലും ഇൻഫ്ലുവൻസ് ചെലുത്താൻ പറ്റുന്ന ആളുകളാണ്. ഇത് ഒരു ടൂറിസം ഭാഗമായിട്ട് അത് ഈ പറഞ്ഞ ആളുകളല്ല, മറ്റു പല ആളുകൾ. പക്ഷെ വയനാട് അത് കുറവാട്ടോ, വയനാട് അത് കണ്ടിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ മറ്റു പല സ്ഥലങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സ്ഥലം കാണാൻ പോവാണ് ഒരു കൃത്യമായിട്ട് കണ്ടതാ. നിലമ്പൂരൊക്കെ അവിടെ ബ്ലോക്കായി ഇങ്ങനെ കിടക്കാണ്, ഒന്നിനും പറ്റാതെ. അതായത് ഇപ്പോ കൊറോണ സമയത്ത് 144 പ്രഖ്യാപിച്ചല്ലോ, അപ്പൊ പോലീസ് അടിക്കുന്നത് അത് കാണാൻ വേണ്ടി. ഇത് ശരിക്കും ആലോചിക്കാത്തൊരു ഇതിലുണ്ട്. അവിടെ ബ്ലോക്കായി കിടക്കുന്ന സമയത്ത് അവിടെ ശരിക്കും നടക്കേണ്ട രക്ഷാപ്രവർത്തനത്തിന് തടസ്സം വരുന്നുണ്ട്. അത് വയനാടിനെ അപേക്ഷിച്ച് വയനാട്ടിലേക്ക് വരാനുള്ള വേഗങ്ങൾ കുറവാണ്. അപ്പൊ ഈ വേഗങ്ങളിലൊക്കെ ആളുകൾ ഉണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇതിലേക്ക് കടന്നുകൂടുക എന്നുള്ളത്. ചുരം ഈ ചുരം കണ്ണൂര് ചുരം ഈ റൂട്ടുകളിൽ എന്നാൽ പോലും അങ്ങോട്ട് മറ്റുള്ള സ്ഥലങ്ങളിൽ അത്ര ആളുകൾ അങ്ങോട്ട് വന്നിട്ടില്ല. അല്ല അതിന്റെ ഒരു ഇതിന്റെ ഈ കാഠിന്യം മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഇത് വലിയൊരു ദുരന്തമാണ്. നിയന്ത്രണം ഉണ്ടായിരുന്നു. പിന്നെ ആരോഗ്യ മേഖലയിലൊക്കെ ഉള്ള ആളുകളും ഇപ്പോ എടുത്തു പറയേണ്ടതാണെങ്കിൽ മേപ്പാടിയിൽ ആകെ ഒരു ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ഒരു കൃത്യമായിട്ട് പറയാനുള്ളത് നമ്മുടെ PHC മറ്റേ ഇതുള്ളൂ, മിംസുള്ളൂ ആസ്റ്ററിന്റെ. അപ്പൊ അവരൊക്കെ നന്നായിട്ട് സഹകരിച്ചിട്ടുണ്ട്. പിന്നെ വിംസ് ഒക്കെ ശരിക്ക് സർക്കാരായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടാണ് ഗവൺമെന്റിന്റെ ഡോക്ടേഴ്സും നഴ്സസും അവിടെ സർവീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടുത്തെ നഴ്സിംഗ് കുട്ടികൾ നഴ്സിംഗിലൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ട്, MBBS 4th year സെക്രട്ടറി അവരൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, മിംസിൽ ഒരുവിധം മേഖലകളിൽ ഡിപ്പാർട്ട്മെന്റുകളിലൊക്കെ വിട്ടുകൊടുത്തിട്ടുണ്ട് ഇതിന് വേണ്ടിയാണ്. അപ്പൊ അത്തരം കാര്യങ്ങൾ നമ്മളിങ്ങനെ എന്തെല്ലാം മാർഗം ഇതുപോലെ ഇപ്പൊ നമ്മൾ പറയാത്ത കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ അധ്യാപകർ ഇന്നലെ അധ്യാപകൻ കരയുന്നത് കണ്ടിട്ട് ഉണ്ണിമാഷ് കരയുന്നത്. കാരണം 7 മണിക്ക് സ്കൂളിലേക്ക് വരുന്ന ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുക. നമ്മൾ കണ്ടിട്ടില്ല.
നമ്മള് ഉണ്ടെങ്കിൽ തന്നെ NSS ക്യാമ്പുകളിലാണ് ഉണ്ടാവുക. നമ്മൾ നേരത്തെ അതല്ല, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ പോവുള്ളൂ. അതെ. അല്ലാതെ റോഡ് സൈഡ് നമ്മുടെ പിന്നെ ഓഗസ്റ്റ് 15-ാം തീയതി നമ്മള് പിന്നെ ഫ്ലാഗ് ഉയർത്തുന്നതടക്കം 8 മണിക്കും 8 മണിക്കും. അല്ല, ആ മാഷിന്റെ കായംകുളത്ത് ഒരു വീഡിയോ ഉണ്ടായിരുന്നു. മൂപ്പര് എന്താ പറയുന്നത്, മൂപ്പർക്ക് കിട്ടുന്നില്ല. അതെ, ഒരു ടീച്ചറോട് സംസാരിക്കുമ്പോൾ മീഡിയ വണ്ടിയിലെ ഇന്നലെ റിപ്പോർട്ടർ, സ്പോർട്സിന്റെ ഒക്കെ കൈകാര്യം ചെയ്യുന്ന റിപ്പോർട്ടറാണ് അയാള്. പിന്നെ ഇന്നലെ ഞാൻ കണ്ട് ടീച്ചറോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ പിന്നെ അയാൾക്ക് സംസാരിക്കാൻ കിട്ടുന്നില്ല. അപ്പൊ അയാൾ പെട്ടെന്ന് എന്ത് ചെയ്തു, ന്യൂസ് ഡെസ്കിന്റെ പേരും പറഞ്ഞിട്ട് അയാളെ ഇത് ഒഴിവാക്കി അയാള് എന്ത് ചെയ്തു അറിയോ, അയാളെ കണ്ടു. അയാൾ പറയുമ്പോ തന്നെ ഇവിടെ ഇങ്ങനെ തടവിങ്ങാണ്ടാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ അയാളെ ന്യൂസ് ബ്രേക്ക് ചെയ്തു, അത് സ്റ്റോപ്പ് ചെയ്തു. കാരണം ഇനിയൊരു വാക്ക് പറയാന് അരുൺകുമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ഫേമസ് ആയിട്ടുള്ള ഒരു മൂപ്പര് വരെ ചില സമയത്ത് വരുന്നത്. കാരണം അത്രയും. പിന്നെ അതുപോലെ തന്നെ ഈ മീഡിയ നല്ല മാതൃകകളുണ്ട്. മീഡിയ വണ്ണിൽ തന്നെ വേറെ റിപ്പോർട്ടർ രണ്ടുപേരോട് ഇതിന്റെ ദുരന്തത്തെ കുറിച്ച് ചോദിച്ചു. പക്ഷെ വീണ്ടും ചോദിക്കാനുള്ള പ്രഷർ സ്റ്റുഡിയോ എന്ന് വന്ന സമയം ആകുമ്പോഴേക്കും പുള്ളി ഇനി നമ്മൾ അവരോട് ചോദിക്കണ്ട മീഡിയ നല്ല റോൾ വഹിച്ചിട്ടുണ്ട്. പല ആളുകളെ രക്ഷിക്കാനും മീഡിയയില് ഒരു പ്രത്യേകം എന്താ പറയുക, 4-4:30 സംഭവിച്ചു, പുറം ലോകം അറിഞ്ഞു തുടങ്ങി. 6 മണിയായപ്പോ റിപ്പോർട്ടറിലും 24-ലൊക്കെ എന്താ പറയുക ഹെൽപ്പ് ഡെസ്ക് ഇട്ടിട്ടുണ്ട്. നമ്പറിൽ കുടുങ്ങി കിടക്കുന്നവർ വിളിക്കുക, ഞങ്ങൾ എന്ത് ചെയ്യാം, മറ്റ് ഇവിടെ പുറത്തുള്ള ആളുകളെ അറിയിക്കാം. അപ്പൊ അതൊരു നല്ല പ്രവർത്തനമാണ്. അതായത് റിപ്പോർട്ടറിലൊക്കെ കറക്റ്റ് സ്പോട്ട് പറഞ്ഞു കൊടുത്തിട്ട് ആ സ്പോട്ട് മന്ത്രി രാജനെ അവർ ഡയറക്റ്റ് വിളിച്ചറിയിക്കുന്നു. ആ സ്പോട്ടിൽ തെരച്ചിൽ നടത്തുന്നു. എന്തൊക്കെയായാലും നമുക്കൊരു പ്രതീക്ഷ, നമുക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ നമ്മളെ കൂടെ ഒരാളുടെ പോസ്റ്റ് ഉണ്ടായിരുന്നു. എന്താ പറയാ, ഒരു ലേഡിയുടെ എന്താ പറയാ, ഈ ഇതിൽ പെട്ട ആളുകളെ സഹായിക്കുന്നത് നിങ്ങളെ പാർട്ടിക്കാരല്ല, ഇപ്പത്തെ ഒരു കാലത്ത് ഒരു മതത്തിന്റെ രാഷ്ട്രീയത്തിന്റെ ഒരു വിദ്വേഷം നിറഞ്ഞിരിക്കുന്ന ഒരു സമയമാണ്. ഇപ്പൊ ഒരു ഇലക്ഷൻ കഴിഞ്ഞതാണ്. പലപ്പോഴും പല രീതിയിൽ വിദ്വേഷം വരുന്ന ഒരു സമയത്ത് സോഷ്യൽ മീഡിയ എടുത്തു കഴിഞ്ഞാൽ അതേ ഉള്ളൂ. പിന്നെ ഈവൻ ആളുകൾക്ക് തന്നെ ഒരു ഈ ഒരു ഇലക്ഷനൊക്കെ ശേഷം ആളുകൾക്ക് പരസ്പരം തമ്മില് വർത്താനം പറയുന്ന തന്നെ ഒരു ഇപ്പൊ നമ്മൾ ഒരു 70% ആളുകളും മതവും രാഷ്ട്രീയമൊക്കെ വിശ്വസിക്കുന്നവരാണ്, അല്ലെ? ആ 10 ഇതിന്റെ കൂടെ നീങ്ങുന്ന ആളുകൾ തന്നെയാണ്. അപ്പോ അത്തരം ആളുകള് അതൊക്കെ ഉണ്ടായിട്ടും ഇവിടെ അത് കാണാത്ത, നമ്മള് ഒരു സന്നദ്ധ പ്രവർത്തകൻ ഒരു കൈ കൊണ്ട് മറ്റൊരു കൈന്റെ വായിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതും നിന്റെ കൈ എന്നല്ലടാ എന്ന അടിയിൽ ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമ്മള് വിശ്വാസത്തിനെതിരെയും രാഷ്ട്രീയത്തിനെതിരെ രാഷ്ട്രീയവാദമൊക്കെ പറയുന്ന സമയം നമുക്ക് ഇത്രയും മനസ്സിലാക്കിയത്, മറ്റൊരാള് വിശ്വസിക്കുന്ന രാഷ്ട്രീയ മതമോ നമുക്കോ നമ്മുടെ സമൂഹത്തിനോ ദോഷമല്ലെങ്കിൽ ഇവിടെ നമുക്ക് എന്താണെങ്കിലും വിശ്വസിക്കുക, ഈ സജീവികളോട് നന്മ കാണിക്കുക, അത്ര ഉണ്ടല്ലോ. പിന്നെ സമൂഹത്തിനും പ്രകൃതിയെയും സംരക്ഷിക്കേണ്ട കടമ ഓരോ മനുഷ്യനും. അത് നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ ഓരോ മേഖലയിൽ വർക്ക് ചെയ്യുന്നതാണെങ്കിലും അല്ലെങ്കിൽ അത്തരം ഇതിലൊക്കെയുള്ള ആളുകളൊക്കെ ചെയ്യേണ്ട ഒരു കടമ തന്നെയാണ്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മളെ വാർഡ് തലത്തിൽ അറ്റ്ലീസ്റ്റ് നമ്മുടെ ഒരു യൂണിറ്റ് തലത്തിൽ ഇതുപോലെ ട്രെയിൻഡ് ആയിട്ടുള്ള കുറച്ച് എക്സ്പീരിയൻസ്, ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റിലൊക്കെ ട്രെയിൻഡ് ആയിട്ടുള്ള കുറച്ച് ആളുകൾ ഉണ്ടാവും. പ്രത്യേകിച്ച് പഞ്ചായത്തിന്റെ കീഴിൽ ക്യാമ്പ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്ത് ചെയ്തിട്ടില്ല, കൃത്യമായിട്ട് എന്ത് ചെയ്യില്ല. അപ്പൊ നമ്മുടെ എന്റെ സുഹൃത്ത് തന്നെ ഇപ്പോ ഈ വിഷയം വന്ന സമയത്ത് നിലമ്പൂര് തെരയാൻ പോയി. നമ്മുടെ പഞ്ചായത്തിൽ നിന്നൊക്കെ ആളുകൾ പോയിട്ടുണ്ട്, ഈ മലപ്പുറം ജില്ലയിലെ പ്രവർത്തകർ. പക്ഷെ അവരുടെ കയ്യിൽ ഒരു റോപ്പോ അല്ലെങ്കിൽ ഒരു ചെറിയ പിന്നെ കത്തിയോ അങ്ങനത്തെ ആയുധങ്ങളോ ഒന്നുമില്ല, ഒരു സാധനവും ഇല്ല. അപ്പൊ അവര് അവനവൻ കൊണ്ടുപോകണം എന്നുള്ളതാണ്. അപ്പൊ അതൊരു ശരിക്കും പറഞ്ഞാൽ അതൊരു പരിമിതികളും ഉണ്ടാവും. ഇതിന് ചെയ്യാൻ പറ്റുന്നത് ഈ ഡിഫൻസ് ഫോഴ്സ് ഓൾറെഡി പഞ്ചായത്തിനുണ്ടെങ്കിൽ അവർക്ക് ഫയർഫോഴ്സ് നമ്മളെ മുന്നിലാണ് ഒരു അപകടം നടന്നത്. പക്ഷെ നമുക്ക് ട്രെയിൻഡ് അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ അത് ദോഷമായിട്ടാണ് ബാധിക്കുന്നത്. അതേസമയം നമ്മൾ കുറച്ച് ചെറിയ കാര്യങ്ങളെങ്കിലും ട്രെയിൻഡ് ആണെങ്കിൽ എന്താണ് അത് നമുക്ക് തന്നെ ഗ്രാമീണ തലത്തിൽ അത് നിർബന്ധിതമാണ്. അതിപ്പോ നമ്മൾ കണ്ടല്ലോ, ഒരാളെ ഒഴുക്കിൽപ്പെട്ടിട്ട് നീന്താൻ അറിയുന്ന ഒരാള് രക്ഷിക്കാൻ ഇറങ്ങിയാൽ പോലും
അതിനെ നീന്തുന്നത് എങ്ങനെയുണ്ട് എന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും. ബാക്കിലൂടെ പിടിക്കണം എന്നോ. അല്ല, ഞാൻ പറയുന്നത് പിന്നെ അങ്ങനെ നമ്മൾ നീന്തലറിഞ്ഞ കാര്യമില്ല, അയാളെ പിടിച്ച് താഴ്ത്തുകയാണ് ചെയ്യാ. ആ, അതെ, അതെ. അറിയാത്ത ആളെ പിടിച്ച് അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ഇപ്പൊ ഈ വാർഡ് തലത്തിലാണെങ്കിലും അങ്ങനെ ഒരു ടീം ഉണ്ടാക്കിയിട്ട് അത് പഞ്ചായത്ത് തലത്തിൽ ഉണ്ടാക്കിയെടുക്കാം, പിന്നെ ജില്ലാ തലത്തിലാക്കാം. അല്ല, ഇപ്പൊ എന്തായാലും ഓരോ അത് സർക്കാർ ഇനിഷ്യേറ്റീവ് എടുക്കണം. സർക്കാർ ഇടപെടണം എന്ന് പറഞ്ഞാല് ഇപ്പൊ എല്ലാവരും പട്ടാളം പോലീസും അല്ല, ആക്കാൻ അങ്ങനെ പറ്റില്ല. അല്ല. അപ്പൊ basic ആയിട്ടുള്ള ബേസിക് കൊടുത്തു കഴിഞ്ഞിട്ട് ഇപ്പൊ അപ്പൊ ഇങ്ങനെ ഒരു ദുരന്തം സംഭവിക്കുമ്പോ ഒരു പഞ്ചായത്ത് ഇവര് പോലീസിനെയാണ് അസിസ്റ്റ് ചെയ്യേണ്ടത്, ഒരു പഞ്ചായത്ത് ഫയർ ആൻഡ് സേഫ്റ്റി അതെ, നമുക്കൊരു അസിസ്റ്റ് ചെയ്യേണ്ടത്, ഒരു പഞ്ചായത്ത് കളക്ടറെ ആണ് ഈ IT കാര്യങ്ങളിലേക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കാൻ IT സെല്ലിൽ നിലവിലുള്ള system structured ആക്കി കൊണ്ടുപോകുകയാണെങ്കിൽ ഒന്നും കൂടെ ബെറ്റർ ആയിട്ട് എന്ത് ചെയ്യാം? അതിനപ്പുറം അപകടങ്ങൾ ഇല്ലാതിരിക്കട്ടെ. ഉണ്ടാവുമ്പോൾ ഇങ്ങനെ പക്ഷെ എന്ത് ചെയ്യണം, ഇനിയുള്ള വർഷങ്ങളില് നമുക്കറിയില്ല. കേരളത്തിൽ ഇപ്പൊ ഒരു റിപ്പോർട്ട് വന്നു, ഉരുൾപൊട്ടലില്ല സാധ്യത ഇല്ലാത്ത ഏക ഒരു ജില്ലയേ ഉള്ളൂ, അത് ആലപ്പുഴ മാത്രം. അവിടെ പക്ഷെ ആലപ്പുഴ കടലും കാറ്റും വെള്ളവും നിൽക്കുന്ന സ്ഥലമല്ല. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലും ഉണ്ട് മാത്രം കേസാണ്. അവർക്കില്ല. അപ്പോ ഇത്തരം കാര്യങ്ങൾ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഇനിയും ആവർത്തിക്കപ്പെടാം, അല്ലെങ്കിൽ ഇനിയും ഇങ്ങനെ ഈ സന്നദ്ധ സേവകരൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. അപ്പൊ അവരൊന്നും എന്ത് ചെയ്യരുത്, ചെറിയ തെറ്റുകളൊക്കെ പറ്റിയാൽ പോലും കുറ്റപ്പെടുത്താതെ അല്ലെങ്കിൽ അവരെയും അതുപോലെ അതെ. പിന്നെ ഈ നമുക്ക് ഇപ്പോ കുറെ ആളുകളെ പ്രശംസിക്കേണ്ടതുണ്ട്. ഇപ്പൊ ഇങ്ങനത്തെ ഒരു വേളയിൽ നമുക്ക് എല്ലാവരും പേരെടുത്ത് പറയാൻ പറ്റില്ല. അപ്പൊ മുഴുവൻ ഈ ഏർപ്പെട്ട അല്ലെങ്കിൽ ഒരു രൂപ സമ്മാനിച്ച, അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് സമ്മാനിച്ച, മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ച, അല്ലെങ്കിൽ അതിന് സഹകരിച്ച, അതിന് വഴിയൊരുക്കിയ ഒരുപാട് ആളുകൾ. ഇപ്പോ ഞാൻ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിന്റെ ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് തന്നെ കണ്ടു. ബസ്സിൽ KSRTC കയറുന്നു, അപ്പോ എങ്ങോട്ടാ ചോദിക്കുന്നു, മോള് സ്കൂളിൽ നിന്നാണ്. അപ്പൊ NCC സ്റ്റുഡന്റ് ആണ്, മോൾക്ക് ക്യാഷ് വേണ്ട പറയും. അപ്പൊ അതന്നെയല്ലേ നമുക്ക് ബസ്സിൽ കണ്ടപ്പോൾ ഭയങ്കര ഫീൽ. ഞാൻ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് ആദ്യം പോസ്റ്റ് ഞാൻ ആ പോസ്റ്റ് വായിക്കുമ്പോൾ എനിക്കും അത് നമുക്കൊരു സന്തോഷമായിരുന്നു. അപ്പൊ ഞങ്ങളത് നിങ്ങൾ വരുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ ചർച്ച ചെയ്തിരുന്ന ആവശ്യം. അപ്പൊ ഇത്തരം കാര്യങ്ങള് ഇനിയും ഉണ്ടാവട്ടെ, നന്മകൾ നിലനിൽക്കട്ടെ, സമൂഹത്തിന് കരുത്താകട്ടെ. എല്ലാവർക്കും കഴിയുന്നത് പോലെയൊക്കെ ഇതിലും സഹകരിക്കുക. എല്ലാവർക്കും നന്ദി. മറ്റൊരു വിഷയവുമായി വീണ്ടും സമകാലികത്തിൽ നമുക്ക് കാണാം. താങ്ക് യു.